കൂടി കുറച്ച് സാത്താൻ സേവ അല്ലെങ്കിൽ സാത്താൻ്റെ മതം കൂടി തിരികെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാവർക്കും അതിനൊരു ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിട്ടാണ് ഈ ന്യൂസുകാർ ചെയ്യുന്നത്. ഒരിക്കലും ഈ മോക്ഷം എന്ന് പറഞ്ഞ വേർഡ് സാത്താൻ ബിലീഫായിട്ട് കണക്റ്റഡ് അല്ല. ഇത് ഹിന്ദുസായിട്ടും ചൈനീസായിട്ടും ബുദ്ധിസമായിട്ടും. പുഴയിൽ മകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അച്ഛന് പിന്നാലെ അമ്മയും അറസ്റ്റിലായിരിക്കുന്നു. അച്ഛൻ മകളെ കൊലപ്പെടുത്തുമ്പോൾ അമ്മയും കൂട്ടുനിന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഫ്രാൻസിസ് കഴുത്തിൽ തോർത്തിട്ട് കുരുക്കിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഏഞ്ചലിനെ അമ്മ ജെസിമോൾ പിടിച്ചുവെച്ചു എന്ന് പോലീസ് പറയുന്നു. ഏഞ്ചൽ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ആദ്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യുവതി രാത്രി വീട്ടിൽ വരുന്നത് ഈ സ്വന്തം അച്ഛനും അമ്മക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് ചോദ്യം ചെയ്യും, പല ദിവസങ്ങളായിട്ട് ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ട് ഈ അച്ഛൻ തോർത്ത് കുരുക്കി ഈ മകളെ കൊലപ്പെടുത്തി. അമ്മ ഈ മകളുടെ കൈകൾ രണ്ടും പിടിച്ചു വെക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് പിറ്റേ ദിവസം ന്യൂസിൽ ഈ സ്വന്തം അച്ഛനോട് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് മകള് രാത്രി വൈകി വരുന്നത് കൊണ്ടിട്ടാണ് കൊന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ പ്രതികരിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും കാര്യം. കാരണം ഈ കുട്ടിയുടെ വീട്ടുകാരൊരു നല്ലൊരു മതവിശ്വാസിയായിട്ട് പറയുന്നുണ്ട്. നാട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒരു മാന്യമായിട്ടുള്ളൊരു കുടുംബം എന്നുള്ള രീതിയിലൊക്കെയാണ് നാട്ടുകാരാണെന്നെങ്കിലും പറയുന്നത്. അപ്പോൾ രാത്രി സ്വാഭാവികമായിട്ടും ആ വീട്ടിലൊരു പെൺകുട്ടി വൈകി വരുമ്പോഴത്തേക്കും ഇത് കാണുന്ന നാട്ടുകാർ ഇതിന് ചോദ്യം ചെയ്യാനായിട്ടുള്ള റീസൺസ് ഒക്കെ കൊണ്ടിട്ടാകാം. അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ആ ഒരു മാന്യത അല്ലെങ്കിൽ അഭിമാനബോധമൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ഇവർ ആ ഒരു കൊല നടത്തിയതെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതേ തുടർന്ന് ഞാൻ ഇവിടുത്തെ സിസ്റ്റത്തിനൊക്കെ വിമർശിക്കേണ്ടത്, അതായത് ഒരു സ്ത്രീ രാത്രി പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും ആ സ്ത്രീനെ കുറ്റപ്പെടുത്തേണ്ടത്. ആ സ്ത്രീക്ക് അതേപോലത്തെ ഒരു സ്വാതന്ത്ര്യം ചെയ്യാൻ, അല്ലെങ്കിൽ രാത്രി പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ രാത്രി നടക്കുന്ന സ്ത്രീകളല്ലേ കുറ്റപ്പെടുത്തേണ്ടത്. സ്ത്രീകൾക്ക് രാത്രി ഇറങ്ങി നടക്കാനായിട്ടുള്ള സംവിധാനം ഇവിടുത്തെ ഭരണകർത്താക്കൾ ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിലായിരുന്നു ഞാനതിനെ വിമർശിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്തപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും ഈ ഒരു എന്താ പറയുക, ഈ കൊല്ലപ്പെട്ട ഈ യുവതിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഈ രാത്രി പുറത്തു പോയത് കൊണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം ചെയ്തുകൊണ്ടിട്ടല്ലേ പാവം അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ കാരണമായിട്ടുള്ള അച്ഛനെയും അമ്മനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു മിക്ക കമൻസും. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാധാരണ ഒരു കൊലക്കുറ്റം അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും ആ കൊലയാളെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് കൂടുതലും നമ്മൾ ആ ഒരു ന്യൂസിൻ്റെ ഇടയിൽ കമൻസ് കാണുക. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം വളരെ വ്യത്യസ്തമായിട്ട് ഈ മകളെ എന്താ പറയുക തള്ളിപ്പറഞ്ഞും അതേപോലെ തന്നെ ഈ കൊല ചെയ്ത ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസുകാരും അല്ലെങ്കിൽ അതേപോലത്തുള്ള കമൻസായിരുന്നു നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സാധാരണ ന്യൂസിൽ കാണുന്നത് അങ്ങനത്തെ ഒരു ആക്രോശമൊന്നും അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ നേരെയുള്ള കമൻസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആകെ കുറച്ച് ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ മാത്രമാണ് അതിനെതിരെ ഈ അച്ഛനെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ പുള്ളി ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടി പാടില്ല. ഇനി എന്ത് തന്നെയാണ് ആ ഒരു മകൾ ചെയ്തതെന്നുണ്ടെങ്കിലും എവിടെ രാത്രി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലും നിങ്ങളത് അതൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയോ അല്ലെങ്കിൽ മറ്റാരെയും കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യിപ്പിച്ചിട്ട് ഇത് നല്ല രീതിയിൽ സോൾവ് ചെയ്യണമായിരുന്നു. അല്ലാതെ ഒരു ജീവനെ കൊല്ലുന്ന രീതിയിലേക്ക് എത്തരുതെന്നുള്ള രീതിയിൽ പല ആൾക്കാരും കമൻറ്റ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, പല യൂട്യൂബേഴ്സും. അതിനുശേഷം പിന്നീടുള്ള ന്യൂസിൽ ഇതിൻ്റെ ഗതിയൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു യുവതി വീടിൻ്റെ പുറകിൽ, ഈ സ്ത്രീ താമസിച്ച ആ ഒരു വീടിൻ്റെ പുറകുവശത്തായിട്ട് മോക്ഷ എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ടായി. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഫ്രീഡം ഫ്രം ഡെത്ത്, ബർത്ത് ആൻഡ് റീബർത്ത്, സാൽവേഷൻ എന്നുള്ള ഈ ഒരു വേർഡ്സ് ആണ് വീടിന്റെ പുറകിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകം എന്നതാണ് സംശയം. അതിനോട് ബന്ധപ്പെട്ട് അത് പോലീസുകാർ ആ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇനി ഇത് സാത്താൻ സേവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള അന്വേഷണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ന്യൂസിൽ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി സാത്താൻ സേവയ്ക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളിലായിരിക്കാം ഈ ഒരു പെൺകുട്ടി ബൈബിൾ വലിച്ചെറിഞ്ഞതും അതേപോലെ തന്നെ ആ വീട്ടിലുള്ള മാതാപിതാക്കളെയും
പള്ളിയിൽ പോകാനായിട്ടൊക്കെ എന്താ തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു, അല്ലെങ്കിൽ പള്ളി പോകരുതെന്നൊക്കെ പറയുകയും ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരുടെ ഈ ഒരു പെൺകുട്ടി സാത്താൻ സേവയുടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ടാവും. അതിൽ നിന്നിട്ടായിരിക്കണം ഈ കുട്ടി സ്വന്തം മാതാപിതാക്കളോട് എന്താണ് പള്ളിയിൽ പോകരുതെന്ന് പറയും, അതേപോലെ തന്നെ ബൈബിൾ വലിച്ചെറിയുകയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒട്ടുമിക്ക മീഡിയാസ് ന്യൂസ് പോർട്രേറ്റ് ചെയ്യുകയും. അപ്പം പിന്നീട് ഈ കുട്ടിക്കുണ്ടായ ഒട്ടും സപ്പോർട്ടില്ലാണ്ടായി. കാരണം എല്ലാവരും അത് ഉറപ്പിക്കുന്ന ഒരു നിലയിലേക്കായിരുന്നു. ഈ കുട്ടി ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു സാത്താൻ സേവയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഒരു വിശ്വാസത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വിശ്വാസം കൂടി കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറേ ആൾക്കാർ അത് തന്നെയാണ് കാരണം എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യുന്ന ആൾക്കാരേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഞാനും ആ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്കും എൻ്റെയും ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരുന്നു. കാരണം ചിലപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും എന്താ പറയുക ഡാർക്ക് ബിലീഫിലേക്കൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ആ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വന്നിട്ടുള്ള കോൺഫ്ലിക്റ്റിലായിരിക്കാം ഇവർ ഈ കുട്ടിയെ കൊന്നത് എന്നായിരുന്നു എൻ്റെയും ഒരു നിഗമനം. എന്തായാലും ഞാൻ ആ ഒരു കൊലപാതകത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതെപ്പോഴും ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ വീഡിയോസ് ഞാൻ കൂടുതൽ എന്തായിരിക്കും കാരണം, ഇത് തന്നെയായിരിക്കുമോ കാരണം എന്നുള്ള സംഭവങ്ങൾ ഞാൻ കൂടുതലായിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ യൂഷ്വൽ സൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ, അപ്പോൾ ആ യൂട്യൂബറും ആ പുള്ളിയും ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പുള്ളി ആ ഒരു വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു കുട്ടിയായിരുന്നു, ഒരിക്കലും ആ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ഒരു ചാത്താൻസേവ് അല്ലെങ്കിൽ ഈ സേറ്റൻ ബിലീഫ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്കും ഇയാളും ഈ ഒരു കുട്ടിക്കെതിരെ പറയുകയും, മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു ബിലീഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്കെതിരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പാരൻസിന് വേറെ വഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു ഇതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും എന്താണ് അച്ഛനും അമ്മയും ചെയ്തതിനാണ് ശരി, ഇതേപോലെയുള്ള ചെകുത്താൻ സേവ ചെയ്യുന്ന കുട്ടിയെ കൊല്ലണം എന്നുള്ള രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കമൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു കമൻറ്റാണ് എന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഞാൻ ഫസ്റ്റ് ആ ഒരു കമൻറ്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം, എന്നിട്ട് ഞാൻ അതിൽ എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോ വിശ്വാസങ്ങൾ, പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഇവിടെ ഈ പെൺകുട്ടി അവൾക്ക് പോകണ്ട പള്ളിയിലെങ്കിൽ പോകാതിരിക്കുക, എനിക്കതാണ് അവളോട് പറയാനുള്ളത്. എന്തെങ്കിലും നീ കാണിക്കുക, പക്ഷേ ഒരിക്കലും നിന്റെ വീട്ടുകാരെ, അവളില്ല, പക്ഷെ അവളുടെ ഒരു പ്രസൻസ് എവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അവളുടെ മെന്റാലിറ്റി ഉള്ള ആളുകളോടാണ്, നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട. പക്ഷെ ഞാൻ ഈ ഒരു യൂഷ്വൽ സൈക്കോടെ ലാസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ആ ഒരു പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒട്ടുമിക്ക വീഡിയോസും ഇതേപോലെ തന്നെയാണ്. ആ ഒരു ചാത്തൻ സേവ എന്നുള്ള ഒരു ടൈം അവിടെ ബാക്കിയുള്ള മീഡിയാസ് യൂസ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വഴിത്തിരിഞ്ഞു പോയി. അപ്പം അതിൽ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഈ മോക്ഷ എന്ന് പറഞ്ഞ വേർഡ് അത് ചാത്തൻ സേവനായിട്ട് എന്നിട്ടാണ് അവർ ബന്ധിപ്പിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ChatGPT അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോക്ഷ എന്തായിട്ടാണ് കണക്റ്റഡ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ChatGPT പോയിട്ട് അതിൻ്റെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. എല്ലാം വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കുറച്ച് വായിച്ചു പോകാം, എന്നിട്ട് നമുക്ക് ആ ഒരു കമൻറ്റിലേക്ക് പോകാം. അപ്പോൾ അതിൽ പറഞ്ഞത് മോക്ഷം, മുക്തി എന്നത് ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ്. മോക്ഷം എന്നത് ജനന മരണ ചക്രത്തിൽ നിന്നും വിട്ടുമാറുകയും ആത്മാവ് പരമാർത്ഥ സത്യത്തിൽ ലയിക്കുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. വിവിധ ദാർശനിക സങ്കേതങ്ങളിൽ മോക്ഷത്തെ വ്യത്യസ്തമായി വിവേചിച്ചിട്ടുണ്ട്. മോക്ഷത്തിൻ്റെ അർത്ഥം, മോക്ഷം എന്നത് സംസ്കൃത വാക്കായ മുക്തി എന്ന ധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അർത്ഥം മോചനം, വിമുക്തി, സ്വാതന്ത്ര്യം. അതിൻ്റെ മൂല്യം ജീവിത വേദനകളിൽ നിന്ന് മോചനം, പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം, ആത്മാവിൻ്റെ പരമാർത്ഥ സത്യത്തിൽ ലയനം. വേദാന്തത്തിൽ മോക്ഷം, അദ്വൈത വേദാന്തം, ശങ്കരാചാര്യർ, മോക്ഷം ആത്മാവും ബ്രഹ്മവും ഒന്നാണ് എന്ന അറിവിലൂടെ ജ്ഞാനത്തിൽ ലഭിക്കുന്നു. അപ്പോൾ ഇത് പല ഫെയ്ത്തിലും ഇതേപോലത്തുള്ള മോക്ഷ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ബുദ്ധിസത്തിലുണ്ട്, ജൈനിസത്തിലുണ്ട്, സിഖിലുണ്ട്, ഹിന്ദുസത്തിലുണ്ട്. അപ്പോൾ ഈ ബിലീഫ്സിലൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ChatGPT ചോദിച്ചു സാത്താൻ വർഷിപ്പായിട്ട് ഇതിൽ വല്ല ബന്ധമെന്ന് വെച്ചപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു റെഫറൻസ് പോലും ChatGPT നിന്ന് കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് എന്തുകൊണ്ടിട്ടാണ് മനഃപൂർവ്വമായിട്ട് ഈ ബാക്കിയുള്ള മതങ്ങളിൽ ഈ മോക്ഷ എന്നുള്ള സംഭവം ഉണ്ടായിട്ട് അതിനോടൊന്നും ബന്ധിപ്പിക്കാതെ എന്തുകൊണ്ടിട്ടാണ് ഇവർ സാത്താൻ വർഷിപ്പായിട്ട് അവർ കണക്ട് ചെയ്ത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിലൂടെ ഈ യൂഷ്വൽ സൈക്കോടെ ഒരു വീഡിയോയും ഈ കാര്യങ്ങൾ പോയപ്പോഴത്തേക്കും ഞാനൊരു കമൻറ്റ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇടയായി. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ ഫസ്റ്റ് വായിക്കാം. ഇതിൽ ചിരീസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്, കറക്റ്റ് ഫോട്ടോയൊന്നുമില്ല.
അപ്പം ഇതിൽ പറയുന്നത്, എടോ താൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ആ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം മഠത്തിൽ ചേരാൻ പോയി. അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവിടെ അവൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് തനിക്ക് അറിയില്ല. അവൾ തിരിച്ചു പോന്നു, വിവാഹം ചെയ്തു. തീവ്ര മതവിശ്വാസം ബാധിച്ച സ്വന്തം കുടുംബത്തെയും ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും അവൾ ആയിരിക്കുന്ന സമൂഹത്തിനെയും മറ്റൊരു മത അന്തരീക്ഷം പോലെ ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവാം. അവൾ അതിനെയെല്ലാം പ്രതിരോധിച്ചത്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ജസ്റ്റ് സമ്മറി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടി സ്വന്തമായിട്ടാണ് ആ ഒരു മഠത്തിൽ ചേർന്ന് പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്, സ്വന്തം തീരുമാനപ്രകാരം. അപ്പോൾ അവിടെ ചെന്നിട്ട് പഠിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഈ കുട്ടിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പെൺകുട്ടിയുടെ, ഈ ഒരു യുവതിയുടെ മനസ്സിലതൊരു മുറിവായി മാറുകയും പിന്നീട് ആ ഒരു സന്യാസ ജീവിതത്തിൽ നിന്ന് വിട്ടുപോരുകയും പിന്നീട് കുടുംബജീവിതം നയിച്ചപ്പോഴത്തേക്കും ആ മഠത്തിൽ അവൾക്ക് ട്രോമ സൃഷ്ടിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവളുടെ കുടുംബജീവിതത്തിലും അതൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ട്രോമയിൽ നിന്നിട്ടാകാം ഈ ഒരു പെൺകുട്ടി ബൈബിൾ വലിച്ചെറിഞ്ഞതും അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മനെയൊക്കെ പള്ളിയിൽ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി എതിർത്തതും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ബാക്കി വായിക്കാം. അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുടുംബ സാമൂഹിക അന്തരീക്ഷം അവൾക്ക് കിട്ടിയിരുന്നില്ല എന്നുറപ്പാണ്. അത് ആ കുട്ടിയുടെ ഭ്രാന്തമായ പ്രതികരണ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. അവളുടെ പ്രതിഷേധങ്ങൾ ഭിത്തിയിൽ എഴുതിയും ബൈബിൾ കീറിയും മാതാപിതാക്കളോട് വിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ട് ഒക്കെ അവൾ ചെയ്ത അവളുടെ ഉള്ളിൽ മതം മൂലം ഉണ്ടായ ട്രോമകൾക്ക് നേരെയുള്ള പ്രതിഷേധം ആയിട്ട് മാത്രം കണ്ടാലും മതി. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് മതം മൂലം ഉണ്ടായ ട്രോമ. ഉറപ്പായിട്ടും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പീഡനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബലാത്സംഗമോ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവം അല്ലെങ്കിൽ മനസ്സിൽ മുറിവുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷ്വൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തിരിച്ച് ഈ ട്രോമ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ സെയിം സംഭവം തന്നെ ആയിരിക്കാം ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഏതടിസ്ഥാനത്തിലാണ് ഈ മീഡിയയിൽ പറയുന്ന ആൾക്കാർ സാത്താൻ വർഷിപ്പാണെന്നുള്ള രീതിയിലേക്ക് എന്തിനാണ് ഇത് തിരിച്ചു വിടാൻ വേണ്ടി നോക്കിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. വായിക്കാം. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഈ ലോകത്തെ അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു മനസ്സ് അവളിൽ ഉണ്ടായിരുന്നു. കൂട്ടുകാർക്കൊപ്പം തൻ്റെ ചിന്തകളെയും സ്വപ്നങ്ങളെയും ചിറക് വിടർത്തി പറക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സ് അവൾക്കുണ്ട് എന്നാരും മനസ്സിലാക്കിയില്ല. അപ്പം എന്തെങ്കിലും ഒരു മോശാനുഭവം ആ ഒരു സന്യാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു മഠത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു യുവതിക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് ഇതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഇതേപോലെ ഈ ഒരു ആ ഒരു ഫെയ്ത്തിലുള്ള ആരെങ്കിലും പരിചയപ്പെടുകയും തനിക്കുണ്ടായ അനുഭവം അവരോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും തന്നെ ഓൾറെഡി വീട്ടിൽ ഭർത്താവ് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഭർത്താവിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടിലും ഇതേ സെയിം പ്രശ്നം തന്നെ. അപ്പോൾ ഈ കുട്ടീനെ മനസ്സിലാക്കുന്ന വ്യക്തികൾ ഇതേപോലത്തെ സുഹൃത്തുക്കളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു സുഹൃത്തുക്കളുടെ ഒപ്പം രാത്രി പോയത്. കാരണം ജസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരും പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്കും വൈകിട്ട് ഒഴിവ് സമയങ്ങളിലായിരിക്കാം ഇവർക്ക് ഒരുമിച്ച് അവരുടെ ആശയങ്ങൾ പറയാനായിട്ടും അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കിടാനായിട്ടുള്ള സമയം രാത്രികളിലായിരിക്കാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു യുവതിനെ മനസ്സിലാക്കാൻ വേണ്ടി വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിച്ചെങ്കിൽ അത് കുഴപ്പം വീട്ടിൽ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയേനെ. വേറൊരു സുഹൃത്തുക്കളെ പോയിട്ട് പറയാനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവം വരത്തില്ലായിരുന്നു. ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമായിട്ട് തിരിച്ചു പോകുന്നപ്പോഴത്തേക്കും ചിലപ്പോൾ യുവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നൊക്കെ രീതിയിലുള്ള സ്ട്രെസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോഴായിരിക്കാം ഈ ഒരു യുവതി വേറെ പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് അന്വേഷിച്ച് പോവുകയും തന്നെ പോലത്തുള്ള ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ആളുകൾ പുറത്തുള്ളത് മനസ്സിലാക്കുകയും അവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ടായിരിക്കും യുവതി രാത്രിയൊക്കെ പോയത്. മനസ്സിലായില്ല. അത് നമ്മൾ വേറൊരു രീതിയിലേക്കൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് അല്ലെങ്കിൽ മഠത്തിൽ എന്തെങ്കിലും ആ ഒരു പഠനകാലത്ത് മഠത്തിൽ നിന്നോ അല്ലെങ്കിൽ മഠത്തിന് പുറത്തു നിന്നോ എന്തെങ്കിലും ഈ ഒരു വിശ്വാസം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ ഈ കുട്ടീനെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ എത്തത്തില്ല. വായിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലും ചിലപ്പോൾ ഏതെങ്കിലും വലിയ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ മതത്തിൻ്റെ നേതാക്കളോ ഏതെങ്കിലും വലിയ ഈ മതത്തിൻ്റെ ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടിട്ടാണോ നിങ്ങൾ ഈ ഒരു വാർത്തയും വളച്ചൊടുക്കിയിട്ട് സാത്താൻ സേവ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കാൻ നോക്കുന്നത്? കാരണം അവിടെ സാത്താൻ സേവ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ബൈബിള് വലിച്ചെറിയുന്നു അല്ലെങ്കിൽ വീട്ടുകാരെ വിശ്വാസത്തിൽ നിന്ന്
തിരിഞ്ഞു വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾ ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ തിരിച്ചു വിടുന്നതായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ബാക്കി വായിക്കാം. ഏതോ ഒരു കൂറത്തുള്ള സ്തുതി കൊടുത്തപ്പോൾ അവൾ മൈൻഡ് ചെയ്തില്ല എന്നേക്കാൾ എന്നതൊക്കെ അവൾ സാത്താൻ്റെ പാതയിലാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന നിന്നെപ്പോലെ ഉള്ള മരപ്പാഴികൾക്ക് അവൾ എന്നും ഒരു വലിയ തെറ്റായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു യുവതി തിരുപ്പട്ടം സ്വീകരിച്ച് ആ ദിവസം വന്നിട്ട് അന്നേ ദിവസം തന്നെയാണ് ഈ ഒരു വിശ്വാസം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സന്യാസ ജീവിതം ഉപേക്ഷിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ യുവതി തിരുപ്പട്ടം സ്വീകരിച്ച് വീട്ടിലെത്തിയ സമയത്ത് അവരുടെ അയൽവാസികൾ അവരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്തുതി കൊടുത്തപ്പോഴത്തേക്കും സ്തുതി സ്വീകരിക്കാതെ മൈൻഡ് ആക്കാതെ പോയി. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് സാത്താൻ എൻ്റെ വിശ്വാസിയാണ് ഈ സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ സ്ഥിരീകരിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വാർത്തയിൽ അവരുടെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരു പെണ്ണ് തന്നെ വന്നിട്ട് പറയുന്നുണ്ട്. അടുത്തൊരു ലൈൻ വായിക്കാം. പ്രിയപ്പെട്ട പെൺകുട്ടി, നീ അനുഭവിച്ചതെല്ലാം നിന്റെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാണ്. നിന്നെ മനസ്സിലാക്കാൻ ഈ നാറിയ മതത്തെ കൂട്ടുപിടിക്കുന്ന ക്രിസ്തുവിൻ്റെ അണികൾക്ക് കഴിഞ്ഞില്ല. നീ പോയത് നന്നായി, അല്ലെങ്കിൽ നിന്നെ അവർ കുരിശിൽ തറച്ചു കൊന്നനെ. അപ്പോൾ ഈ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. എല്ലാവരും ഒത്തുചേർന്ന് ഫസ്റ്റത്തെ ആ ന്യൂസ് കേട്ടപ്പോഴത്തേക്കും തന്നെ ഓൾറെഡി സപ്പോർട്ട് കുടുംബത്തിനായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് സാത്താൻ സേവ അല്ലെങ്കിൽ സാത്താൻ്റെ മതം കൂടി തിരികെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാവർക്കും അതിലൊരു ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിട്ടാണ് ഈ ന്യൂസുകാർ ചെയ്യുന്നത്. ഒരിക്കലും ഈ മോക്ഷം എന്ന് പറഞ്ഞ വേർഡ് സാത്താൻ ബിലീഫായിട്ട് കണക്റ്റഡ് അല്ല. ഇത് ഹിന്ദുസായിട്ടും ചൈനീസായിട്ടും ബുദ്ധിസമായിട്ടും അതേപോലെ തന്നെ ഈ ഒരു നമുക്കറിയാം പല മതപഠനങ്ങളിലും പോകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബിലീഫ് പോകുമ്പോഴത്തേക്കും അവരുടെ ഒരു പഠന വിഷയമാണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിലോസഫിയിലും ഈ മോക്ഷം എന്നുള്ള വേർഡിനെ പറ്റിയിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അത് ഒരു ഡാർക്ക് ബിലീഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. ഇത് ഈ യുവതി എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ആ ഒരു മതപഠന കാലത്ത് അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇത് എന്തുകൊണ്ടിട്ടാണ് ഈ ബാക്കി മുൻനിരയിലുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ സാത്താൻ സേവയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രണ്ട്സിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരമോ അറിവോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മീഡിയാസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.